പാവക്ക എങ്ങനെയാണ് ഈ താടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒരു കുഴപ്പമില്ല. റിസ്ക് ഈ ചൊറിച്ചിലല്ലേ, അത് നാട്ടുകാർക്കുള്ളൂ, എനിക്കില്ല. എന്താ അർത്ഥനോ? ബക്രൊക്കെ ഇവിടെ ആന ഇറങ്ങുന്ന ഏരിയ ആണോ? അപ്പൊ ഈ ഒരു പ്രദേശത്തൊക്കെ ആനകളൊക്കെ ഇറങ്ങുന്നുണ്ടോ? പേരിടുന്നത് സത്യത്തില് കേരളക്കാരാണ്. എന്തൊക്കെ നിങ്ങളെ നാട്ടില് റമളാന് ഫുഡൊക്കെ ഉണ്ടാവില്ലേ, സ്പെഷ്യലൊക്കെ ഉണ്ടാവില്ലേ? നമ്മുടെ ഹങ്കർ ഫോർട്ടിൽ ടിക്കറ്റ് ഒക്കെ എടുത്തു. ടിക്കറ്റിൽ ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. ഞങ്ങൾ 4 പേരുണ്ടായതുകൊണ്ട് 400 രൂപ വന്നു. കാറ്റൊരു രക്ഷയില്ല കേട്ടോ. ഒരു കുന്നിന്റെ മേലേക്ക് എത്തിയപ്പോ ഹെവി ഡ്രൈവർ കേട്ടോ. ഇനി ഹങ്കർ ഫോർട്ടിൽ ഇവിടെ പറഞ്ഞു പോവുകയാണ്. തണുത്തങ്ങോട്ട് കാറ്റ്, തണുത്ത കാറ്റ്. ഉച്ചക്ക് നട്ടുച്ച 12 സമയമാണ്. ഇതൊരു കാറ്റാണ് ഇവിടുത്തെ കാറ്റ്. ഗൈസ് നോക്കൂ, അവര് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി പോവില്ല. നമസ്കാരം ഗൈസ്, ഫുഡ് ആൻഡ് ട്രാവലേഴ്സിന്റെ മറ്റൊരു അടിപൊളി വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഊട്ടിയിലാണ് എന്റെ മക്കളെ. ഊട്ടി ഒരു രക്ഷയില്ല കേട്ടോ. ഊട്ടി എപ്പോ ചെന്നാലും നല്ല തണുപ്പാണ്. ഫോഗും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഭയങ്കര കിടിലൻ തണുപ്പാണ് കേട്ടോ. ഇന്ന് രാവിലെ കുളിക്കാൻ വരെ പറ്റിയില്ല, അജാതി തണുപ്പ്. എൻ്റെ മക്കളെ ഒന്നും പറയില്ല, കിണ്ണം കാഴ്ച ക്ലൈമറ്റ്. ഇന്നലെ രാത്രി 7 മണിക്കാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. മസിനഗുഡി വഴി 36 ഹെയർ പിന്നൊക്കെ താണ്ടി നമ്മൾ നേരെ ഊട്ടി ടൗണിലെത്തി. പെട്ടെന്ന് തന്നെ റൂം എടുത്ത് ഞങ്ങൾ ഇന്നലെ രാത്രി ഡിന്നർ ഫുഡൊക്കെ കഴിച്ചത് നമ്മുടെ ജാഫർ ബുത്തുവിൻ്റെ നല്ല അടിപൊളി ബ്രോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. മസാലയൊക്കെ കൂട്ടി ഉണ്ടാക്കിയ ഒരു അടിപൊളി കിണ്ണം കാഴ്ച. നമ്മളെ പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടൈപ്പുള്ള അടിപൊളി ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. ബുത്തുവിൻ്റെ സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്നലെ ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഊട്ടി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ നേരെ പാക്കന എന്ന ഭാഗത്തോട്ട് പോകാൻ വിചാരിച്ചിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകും. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല തണുപ്പാണ്, അസാധ്യ തണുപ്പാണ്. ഇന്നലെ രാത്രിയൊക്കെ തണുത്ത് വിറച്ച് റൂമിലിങ്ങനെ കിടന്നുറങ്ങിയിരുന്നു. ഞാൻ ഇവിടുന്ന് AC-ൻ്റെ ഫാനിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഗൈസ്, അത്രയും തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ താമസിച്ചത് ഇതാ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ്. ഒരു 1200 രൂപക്ക് ഇന്നലെ ഒരു അടിപൊളി റൂം, വലിയൊരു ഹാള്. ആ ഹാളിനകത്ത് 2 റൂം, ഒരു ബാത്റൂം, പിന്നെ ഡൈനിങ് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത് ഗൈസ്. നമ്മുടെ സെല വരുന്നുണ്ട്. സെലേ, എങ്ങനെയുണ്ട് ഊട്ടി? അല്ലേ, എങ്ങനെയുണ്ട്? തണുപ്പ് എങ്ങനെയുണ്ട്? തന്നെ സെറ്റ് അല്ലേ? സെറ്റ്. എങ്ങനെയുണ്ട്? രാവിലെ കുളിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ ഊട്ടി നമ്മൾ ജസ്റ്റ് ഇനി എന്നാ പ്ലാൻ, ഊട്ടി ഒന്ന് കറങ്ങാം നമുക്ക്. പാക്കിന് പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ മുത്തുവിന്റെ ബ്രോസ്റ്റ്? അടിപൊളി, അവറേജ്. ഓക്കെ ഓക്കെ. മുത്ത് ഇവിടെ ഉണ്ട് ഗൈസ്. മുത്ത് ബ്രോസ്റ്റ് ഇന്നലെ കിണ്ണം കാച്ചി അടിപൊളി. അതെ അതെ അതെ, അത് സ്വാഭാവികമാണ്. ഫസ്റ്റ് ഉണ്ടാക്കുമ്പോ എന്തായാലും റെഡി ആവും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ ഹെവി ആയിരുന്നു. ആഷിത് അവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. പറയുകയാണെങ്കിൽ ഭയങ്കര A to Z വിറ്റാമിനൊക്കെ ആയിരുന്നു. യെസ്. അപ്പൊ ഗൈസ്, ഇനി ഞങ്ങൾ നേരെ പക്കന, നമ്മൾ ഇവിടെ നിന്ന് കറങ്ങിയിട്ട് പക്കനയിലേക്ക് ഞങ്ങൾ പോകാൻ പോവുകയാണ് ഗൈസ്. ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ഹങ്കർ ഫോർട്ടിലേക്കാണ്. റീൽസിലേക്ക് ഒരുപാട് വൈറലായ ഒരു സ്ഥലം കൂടിയാണത്. നമ്മുടെ ചാർലി ഷൂട്ട് ചെയ്ത ഒരു ഏരിയയും കൂടിയാണത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ മാപ്പ് വഴിയാണ് പോകുന്നത്, എവിടെ എത്തുന്നു അറിയില്ല. എല്ലാവരും എന്താ പറയാ, എങ്ങനെയുണ്ട് സ്ഥലം? ഈ ഒരു ഏരിയ കണ്ടിട്ട് അല്ലേ പോകുന്നത്? എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഊട്ടിയിൽ വന്നിട്ട് ഇങ്ങനത്തെ സ്ഥലമൊന്നും ഇത്ര കാലമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഏതോ ഒരു ഉള്ളേരി കൂടെ ഇങ്ങനെ പോകുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പെടില്ലെന്ന് അറിയില്ല. ആശയ സീനുണ്ടാ? മുത്തുവിന് പേടിയുണ്ടാ? ഇല്ലല്ലോ, റിസ്ക് ഇല്ലല്ലോ. ഓക്കെ. മുത്തു പറഞ്ഞ ആനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ആനൊന്നും ഇല്ല ഗൈസ്. കുറച്ച് പോത്തിനൊക്കെ കണ്ടു, വലിയ കൊമ്പുള്ള കുറച്ച് നല്ല ഐറ്റംസ് പോത്തിനൊക്കെ കണ്ടു കേട്ടോ. കുറേ നേരത്തിന് ശേഷം ഒരു വണ്ടി വന്ന് അവർ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി പോവില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ബാക്ക് എടുത്തോ. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. ഈ റൂട്ട് ശരിയല്ല എന്ന് പറഞ്ഞു. മുത്തു ഇവിടുന്ന് തിരിക്കാൻ വേണ്ടി പോവാണ്. 2 ആളുകളെടുത്ത് ഇവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ നേരെ തിരിഞ്ഞു പോയിട്ടാണ്. മോനെ മെല്ലെ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു. കറക്റ്റ് നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ കാണിക്കുന്നുണ്ട് 6 കിലോമീറ്ററും കൂടി നേരെ പോയി കഴിഞ്ഞാൽ ഹങ്കർ ഫോർട്ടിലേക്കാണ്. പക്ഷെ എന്താണെന്നറിയില്ല,
ആകെ സീനാണ് ഗൈസ്. ഇവിടെ നിന്ന് ഇനി തിരിച്ചു പോകുന്നത് കാരണം ലോക്കൽസ് ഒക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ അത്ര റിസ്ക് എടുക്കണ്ട. ഗൈസ് നമ്മുടെ ഊട്ടിനെ കുറച്ച് നെഗറ്റീവുകൾ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 6 മണി സമയമായപ്പോൾ ചിക്കൻ വാങ്ങാന്ന് വിചാരിച്ചു, നമ്മുടെ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ചിക്കന്റെ ഷോപ്പിൽ കയറി. 1 കിലോ ചിക്കൻക്ക് എത്ര മുത്ത് പറഞ്ഞത്? 280 രൂപയാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ 140 150 റേറ്റേ ഉള്ളൂ. ഭയങ്കര ഓവർ റേറ്റ് ആണ്. ഒരു 7up വാങ്ങണമെന്നുണ്ടെങ്കിൽ സംഭവം നടക്കൂല. നമ്മുടെ ഊട്ടിയിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധിത മേഖല ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു ഐറ്റംസ് ഇല്ല. പക്ഷെ 5 ലിറ്ററിന്റെ ക്യാന് കിട്ടാണ്ട് ഇല്ല സ്ഥല 5 ലിറ്ററിന്റെ വെള്ളം കിട്ടുന്നുണ്ട്. നമ്മുടെ ബാക്കിയുള്ള 7upന്റെ 2 ലിറ്ററോ 1 ലിറ്ററിന്റെ 1/2 ലിറ്ററിന്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുള്ള ഒരു സംഭവം ഇവിടെ നടക്കൂല. നിങ്ങൾ കുക്കൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ വന്ന് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിക്കനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വന്നോളി, അതായിരിക്കും ബെറ്റർ. കാരണം 280 രൂപയാണ് ഇവിടുത്തെ എപ്പോഴുള്ള റേറ്റ് ആണ്. നമ്മുടെ കേരളത്തിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളമൊക്കെ എത്രയോ ബെറ്റർ ആണ് കേട്ടോ. ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഗ്ലാസ് പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ അങ്ങനത്തെ റിസ്ക് ഒന്നും ആദ്യം എടുക്കാൻ നിൽക്കണ്ട. ഫാമിലിയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പഴമൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചാണെങ്കിൽ ഞങ്ങൾ ഇന്നലെ നേന്ത്രപ്പഴത്തിന് വേണ്ടി കുറേ അലഞ്ഞു തിരിഞ്ഞു. അതൊന്നും നമ്മുടെ ഊട്ടിയിലില്ല. ഒക്കെ ഇവിടെ പക്ക റോബസ്റ്റ് സാധനമേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ പരമാവധി സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കുക. കിട്ടാത്ത സംഭവങ്ങളാണ് ഈ സംഭവങ്ങൾ കേട്ടോ. കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലാണ്, വേറെ ഒന്നുമില്ല. ആകെ പെട്ടില്ല ഗൈസ്. തിരിച്ചാ വളക്ക ഇതന്നെ പണി. എന്താ ചെയ്യാ? തിരിച്ചു തന്നാലേ റോഡൊക്കെ മഹാമോശമാണ് ഗൈസ്. ഇവിടുന്ന് കുറച്ച് റോഡൊക്കെ കണ്ടില്ല, ഭയങ്കര കുത്തിക്കുലുങ്ങിയിട്ടാണ്. എങ്ങനെ നടന്നാൻ പറ്റില്ല, കുറച്ച് സീനാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവുമെന്ന് പറഞ്ഞല്ലോ. വീണ്ടും മണ്ണൊക്കെ ഇടിഞ്ഞ് എൻ്റെ മക്കളെ ഈ രക്ഷയില്ല. ഹെവി ഡ്രൈവറാട്ടാ എല്ലാം. ഇല്ലടാ ഇജല്ലേ ഓട്ടേണ്ടത്. എന്റെ മോനെ ഹെവി വണ്ടി കൊലിഞ്ഞി. പോരെ സീനില്ല. ഗൈസ് നമ്മുടെ ഊട്ടിയിലെ ഒരു അടിപൊളി സ്പോട്ട്, ഇതുവരെ ആരും കാണാത്ത ഒരു അടിപൊളി സ്പോട്ടാണ് അല്ലേ. ഊട്ടിക്ക് വന്നപ്പോ എപ്പോഴെങ്കിലും ഈ ഒരു റൂട്ടിൽ പോയിക്കണം ഇല്ലല്ലോ അല്ലേ? ഇത് ഭംഗി നോക്കി കാണാന്. ഫുൾ നോക്കി നിങ്ങൾ ഫൈൻ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ, നല്ല കാറ്റുണ്ട്, ഒരു രക്ഷയില്ല. താഴത്ത് നല്ല ക്യാരറ്റിന്റെ കൃഷിയുണ്ട്, ഒരുപാട് കൃഷികളുണ്ട്. ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്. പിന്നെ നമ്മളെ വണ്ടി ഇവിടെ ഇങ്ങനെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്, കാരണം റോഡൊക്കെ കുറച്ച് മോശമാണ് ഗൈസ്. നമ്മുടെ വണ്ടി ഒന്ന് തൽക്കാലം ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു അടിപൊളി മരമൊക്കെ കാണും. ഇത് ഭംഗി നോക്കി ആകാശമൊക്കെ കാണാനൊക്കെ അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. ആകാശം നല്ല തണുപ്പാണ് ഗൈസ്, രക്ഷയില്ല. അങ്ങനെ ഗൈസ് ഞങ്ങള് നമ്മുടെ വണ്ടി അടി തട്ടും എന്നുള്ള പേടിയുണ്ട്, കാരണം നല്ല കുണ്ടാണ് ഈ ഭാഗത്തൊക്കെ. അണ്ടാ നമ്മുടെ വണ്ടി ഇതേ പോകുന്നു. ഇവിടെ എന്താ പറയാ വലിയ ഗട്ടറുകളുണ്ട്. അപ്പോൾ നമ്മൾ അടി തട്ടുമോ എന്നുള്ളൊരു പേടി കൊണ്ട് നമ്മൾ ഇറങ്ങി കുറച്ച് നടക്കണം. എയർപോർട്ട് പോകുന്ന റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ റോഡ് കംപ്ലൈന്റ് ആയത്. കണ്ടില്ലേ ഞങ്ങൾ ഊട്ടിയിൽ ഏതോ ഒരു ഭാഗത്തൂടെയാണ് ഗൈസ് പോകുന്നത്. സ്ലിപ്പാകുന്നുണ്ട്, ശ്രദ്ധിക്കണം. എൻ്റെ മോനെ രക്ഷയില്ല, ആകെ ചളി പുളിയടാ. ഇതിൽ കൂടെ നടന്നു പോകാൻ പറ്റൂല, റിസ്ക് എടുക്കണ്ട. സമയം ഇപ്പോൾ ഗൈസ് 11 മണിയായി. നല്ല വെയിലുണ്ട്, പക്ഷെ ആരും ചൂടൊന്നും ഏൽക്കുന്നില്ല, കാരണം നല്ല തണുപ്പാണല്ലോ. നല്ല തണുപ്പാണ്, അതിനൊത്ത നല്ല അടിപൊളി കാറ്റൊരു രക്ഷയില്ല കേട്ടോ. ഒരു കുന്നിൻ്റെ മേലേക്ക് എത്തിയപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ഗട്ടറൊക്കെ താണ്ടി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇത് കയറി പോയാലോ നമുക്ക്. വേസ്റ്റിന്റെ പാട ഗൈസ് കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ ഫുള്ള് വേസ്റ്റ് ഇങ്ങനെ തട്ടിയിട്ട് കണ്ടില്ലേ. ഇതില്ലേ അസല ഊട്ടിയിൽ കംപ്ലീറ്റ് വേസ്റ്റ് ഇവിടെയാണ് ഇത് ചെയ്യുന്നു കണ്ടില്ലേ. ഫുൾ വേസ്റ്റ് ആണ് ഗൈസ്. ആണല്ലേ, ഇവിടെ നിക്കാൻ കഴിയില്ല, ഭയങ്കര സ്മെല്ല്, ഒരു സുഖമില്ലാത്ത സ്മെല്ലാണ് ഗൈസ്. ഈ സൈഡില് ഫുള്ള് മഞ്ഞ ചെടികളാണല്ലോ, പൂക്കളാണ്. എന്ത് സംഭവം? പൂ ഇരിക്ക്, അതിന്റെ പേരൊന്നുമില്ലേ? അതല്ല, അത് ഊട്ടിയാണ്, ഊട്ടിയിലെ സംഭവം അല്ലേ? പക്ഷെ നമ്മളെ കേരളത്തിൽ ഇരിക്കുന്ന സാധനം അല്ല. അടിപൊളി റോഡ് ചെറുതായിട്ട് ഇതെന്താടാ മുത്തത് എടുത്തണോ? തോലാണ്, പൈൻ ഫോറസ്റ്റിന്റെ തോലാണ് ഗൈസ് അത്. സീന് ഗൈസ്. ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം. ആന ഫ്രണ്ടിൽ വന്ന്
ആന ഫ്രണ്ടിൽ സീനാണ് സല്ലേ, കാരണം ഒന്നിനും പറ്റൂല. പക്ഷെ ഊട്ടിയിൽ അങ്ങനെ ആനന്റെ പറ്റി കേൾക്കുന്നുണ്ടല്ലേ? ഊട്ടിയിലെ ഏതോ ഉള്ള ഏരിയയാണ്, അറിയാത്തൊരു ഏരിയ കൂടെ പോകുന്നു. അതെ 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 അതെ, പോയൊക്കെ നമുക്ക്. അങ്കർ ഫോർട്ട്. ഊട്ടിയിൽ വന്നാല് ഫുൾ തമിഴ് ഭാഷയാണ് നമ്മൾ സംസാരിക്കുക. അന്നാമലൈ അവിടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ അന്നാമലൈ. കാറ്റാണ് ഗൈസ്, ഏതോ ഒരു ഉള്ളേരിയാണ് കേട്ടോ. നല്ല കാറ്റുണ്ടില്ല, മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഉലയുന്നു. കാറ്റിന്റെ സൗണ്ട് നോക്കി, എന്ത് സൗണ്ടടാ, നല്ല കാറ്റിലെ സ്ഥലേ അല്ലേ, അടിപൊളി. നല്ല കാറ്റ് ഗൈസ്, ചെറിയ ചെറിയ റോഡാണ്, എവിടെ എത്തും നമുക്കറിയില്ല. ഇതൊക്കെയാണ് നമുക്ക് ഹങ്കർ ഫോർട്ട് പോണ വഴികൾ, നമുക്ക് ഇപ്പോൾ പോണ വഴി. ശരിക്കും ഇതല്ല വഴി, വേറൊരു വഴിയും കൂടി ഉണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഹങ്കർ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഹങ്കർ ഫോർട്ടിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാറുണ്ട് കേട്ടോ. എന്താ പറയുക, ഇവിടെയാണ് ഒരുപാട് റീൽസിലൊക്കെ കളിച്ച ഒരു സംഗതിയുണ്ട്. ഇതാണ് ഗൈസ് ഹങ്കർ ഫോർട്ട്. ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മുടെ ഹങ്കർ ഫോർട്ടിൽ ടിക്കറ്റ് ഒക്കെ എടുത്തു. ടിക്കറ്റിൽ ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. ഞങ്ങൾ 4 പേരുണ്ടായതുകൊണ്ട് 400 രൂപ വന്നു. നമ്മൾ എൻട്രി കയറി. നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക, എന്ത് മനോഹരമായിട്ടുള്ളൊരു അടിപൊളി കാഴ്ച നോക്കി നിങ്ങൾ. ഫുൾ പച്ചപ്പ്. അതിൻ്റെ അവിടെ ഒരു മൂവി ഷൂട്ട് ചെയ്ത എന്താ പറയുക ഒരു സെറ്റ് ഇട്ട ഒരു വീടുണ്ട്. ആ വീട് കാണാനായിട്ട് പോവുകയാണ്. റീൽസിൽ ഒരുപാട് കളിച്ചൊരു സംഗതിയും കൂടിയാണ് ഈ സംഗതി കേട്ടോ. നല്ല ലുക്ക് ഉണ്ടല്ലോടാ അല്ലേ, നല്ല അടിപൊളി കാഴ്ച. ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതാണ് ഇതിനെ ഏറ്റവും അട്രാക്ഷൻ ചെയ്യുന്ന ഒരു സംഗതി അല്ലേ അല്ലേ സെറ്റ്. അപ്പോൾ ഗൈസ് നമുക്കിനി നടന്ന് കണ്ട് ഇവിടെ അടുത്ത് 4-5 മരങ്ങളൊക്കെ ഉണ്ട്. ഈ മരങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിലൂടെ നോക്കുമ്പോഴൊക്കെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ കയറി നോക്കിയല്ലോ. വാ ഗൈസ്, നല്ല കാറ്റാണ് ഇവിടെ ചെന്നാലും. നല്ല അടിപൊളി കാറ്റാണ് കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പും. വെയിലൊന്നും ഉണ്ട്, പക്ഷെ ചൂട് ഏൽക്കുന്നില്ല. കാണുമ്പോൾ നല്ല വെയിലുണ്ടാവും തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നും ഏൽക്കുന്നില്ല ഗൈസ്. ആഹാ, അടിപൊളിയാണല്ലോ സെറ്റ്. ഇതിൽ ഇറങ്ങിയല്ലോ, ഇത് പൊളിഞ്ഞാടോ. ശ്രദ്ധിച്ചു പോണം. ഓ എൻ്റെ മോനെ, എന്ത് ലുക്കടാ, ഭയങ്കര രസം കേട്ടോ. അല്ല, ഇത് കൊറേ ആയിട്ട് ഇങ്ങനെ ഇട്ട തന്നെ തോന്നണം. എൻ്റെ മോനെ രക്ഷയില്ല. എന്തോ വൈബാണ്. അങ്ങനെ ഗൈസ്, എന്ത് കാറ്റ്, നല്ല അടിപൊളി കാറ്റ്, ഒരു രക്ഷയില്ല അല്ലേ, അടിപൊളി കാറ്റ്. നമ്മളങ്ങനെ ഹങ്കർ ഫോർട്ടിൽ ഹൗസിൽ നോക്കി നമ്മുടെ ബാക്കിൽ കാറ്റുകൊണ്ട് ഇങ്ങനെ പാറി കളിക്കാണ് ഗൈസ്, ഒരു രക്ഷയില്ല അല്ലേ സ്ഥലേ സെറ്റില്ലേ. നമ്മള് എന്താ പറയാ, അത്ര വിചാരിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ കാണാൻ ഭയങ്കര ഈ തേയിലത്തോട്ടത്തിന്റെ നടുവില് പച്ചപ്പും നല്ല ചോന്ന ഈ പെയിന്റ് അടിച്ച വീടും രക്ഷയില്ല. അങ്ങനെ ഗൈസ് നമ്മുടെ ഹങ്കർ ഫോർട്ടിൻ്റെ ഈ ഒരു ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. നമുക്കിത് വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് കയറി വെക്കാം. ആകെ പൊളിഞ്ഞാടാനായ ഒരു സംഭവമാണ്. റിസ്ക് എടുത്തുകൊണ്ട് പോകണം ഗൈസ്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള സംഗതികൾ, കണ്ടില്ലേ. ഒരു സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇട്ട ഒരു ബംഗ്ലാവാണിത്. ഫുൾ കാടാണ് അപ്പുറത്ത്, കണ്ടില്ലേ. ഇത്രയേ ഉള്ളൂ ഇതിന് ഐറ്റംസ്. ഇതിനകത്തുള്ള ഓരോ സംഗതി. ഇത് അവർ ഷൂട്ട് ചെയ്ത് പോയി എന്നല്ലാതെ പിന്നെ പൊളിച്ചിട്ടൊന്നുമില്ല. ഇത് നോക്ക് സ്ഥലേ, ഇതൊക്കെ സ്ഥലേ നമ്മുടെ ഫയർ കത്തിക്കാനുള്ള ഇവിടെയൊക്കെ വെച്ച് ഏതെങ്കിലും സീനൊക്കെ നടന്നിട്ടുണ്ടാവും ഷൂട്ടില്ലേ. ഇതെന്താടാ, ഓജിയാണല്ലേ. അതൊക്കെ കല്ല് തന്നെയാണ് കേട്ടോ, ഓജിയല്ല. അത് ഇതാണ്, ഷീറ്റാണല്ലേ. മാറ്റുണ്ട് അല്ലേ കുറേ. അവര് ഇവിടെ
ചുമരുമലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഫുള്ള് ഇതാ. അതെ അതെ, അങ്ങനെയൊന്നും ചെയ്തു വെക്കരുത് ഗൈസ്. ഇതൊക്കെ നമ്മുടെ പിന്നെ എന്താണ്, ക്രൂരതയാണ്, പ്രകൃതിയെ ചൂഷണം ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഇതാണ്ടില്ലേ, ഈ ഒരു ഇതിനകത്ത് ഇതാണ്ടില്ലേ ഫുള്ള് ഇതന്നെ സംഗതി. ഇവിടെ ഉണ്ടല്ലോ ഫയർ സ്റ്റേഷൻ, അടിപൊളി. ഒക്കെ പ്ലൈവുഡ് അല്ലേ? മുത്തൂടാ ചില അടിപൊളി ഗൈസ്. ഫുൾ ഷീറ്റൊക്കെ ആണല്ലോ ഈ സംഭവം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ ഫയർ സ്റ്റേഷൻ മാറ്റില്ലേ, ഇവിടെ അടുപ്പുണ്ടാക്കിയിരുന്നു അല്ലേ? ആ ഓക്കെ. ഇവിടെ ഓൾറെഡി വെയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ വീടിനകത്ത്. ജസ്റ്റ് ഒന്ന് കയറാ, ഫുള്ള് തകരും മറ്റേ പ്ലൈവുഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ സിനിമക്കാർ സെറ്റ് ഇട്ട സംഭവമാണല്ലോ. പിന്നെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് തേയിലത്തോട്ടങ്ങൾ കാണാണ്ട്, നല്ല കാറ്റാണ്. കാറ്റ് കൊണ്ട്, പ്രത്യേകിച്ച് തണുത്ത കാറ്റും കൂടി. അപ്പോൾ മുത്തോ എങ്ങനെയുണ്ട് അല്ലേ? നല്ല കാണാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. അതായത് വലിയ സംഭവമാക്കി ആരും വിചാരിച്ച് വരും വേണ്ട. ഫോട്ടോസൊക്കെ എടുക്കാൻ ഇവരൊക്കെ ഓരോ റീൽ എടുക്കാൻ വേണ്ടി ഓരോ ഐറ്റംസുകൾ കാട്ടാണ്. ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടിയും ഇവിടെ നടക്കും. അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ ഇനി ഹങ്കർ ഫോർട്ടിൽ ഇവിടെ പറഞ്ഞ് പോവുകയാണ്. കാരണം ഹങ്കർ ഫോർട്ടിൽ ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ല, പക്ഷെ ഉള്ളത് നല്ല രസമാണ് കേട്ടോ. കാരണം ഫോട്ടോ എടുക്കാനൊക്കെ വേറെ ലെവലാണ്. ഏതായാലും ഇനി നമ്മുടെ പാലത്തിലൂടെ കയറി ഗൈസ്, നമ്മളിതാ ഈ ഒരു പാലം ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ പേടിയൊക്കെ ചാവും. ചില പേടിയുണ്ടോ? ഉണ്ടാ? പിടിച്ചിട്ട് പോടെ ഗൈസ്. ഓൾഡാണ്, ഏത് നിമിഷവും പൊട്ടിച്ചാടാൻ പറ്റുന്നൊരു പാലമാണ് ഗൈസ്. സൂക്ഷിച്ചൊക്കെ പോവുക വരികയാണെങ്കിൽ. അയ്യോ വടച്ചോലെ. ഇവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാറ്റ്. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല, ശ്രദ്ധിച്ച് പോകണം കേട്ടോ. ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും. കാറ്റ് മക്കളെ, തണുത്തങ്ങോട്ട് തണുത്ത കാറ്റ്. ഉച്ചക്ക് നട്ടുച്ച 12 സമയമാണ്. ഇതൊരു കാറ്റ്, ഇവിടുത്തെ കാറ്റ്. थैंक यू सो मच. आपका नाम? किधर से आप? ഓക്കെ, താങ്ക് യു ബൈ, ശുക്രിയ. അപ്പോൾ സ്ഥലം എന്ന് പോയാലോ? അങ്ങനെ ഗൈസ്, നമ്മൾ ഹങ്കർ ഫോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ ഷൂട്ടിംഗ് പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഷൂട്ടിംഗ് പോയിന്റിൽ കയറുന്നില്ല, നല്ല വെയിലായതുകൊണ്ട് കുറച്ച് കയറുണ്ടായതുകൊണ്ട് ഇവിടെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ കുറച്ച് അല്ലറ ചില്ലറ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ചെറുവഴികളിൽ ഒരു ചിരി മലരൊളിയായി തേടും മനസ്സിനു കുളിരെഴും അഴകുകളെ തേടാ ഈ യാത്രയിൽ. അങ്ങനെ ഗൈസ്, നമ്മുടെ ഷൂട്ടിംഗ് സ്പോട്ടൊക്കെ വിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ ഇവിടെ ഒന്നും വണ്ടി നിർത്തരുത്. ഇവിടെയൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ പണി കിട്ടും ഗൈസ്. ഞങ്ങൾക്ക് നമ്മുടെ പോലീസ് വന്ന് ഫൈൻ അടിക്കാനായി. ഞങ്ങളിപ്പോ പാക്കനി പോകുന്ന റൂട്ടിലാണ്. ഫുള്ള് ആനപ്പിണ്ടാണ് ഗൈസ്, കണ്ടില്ലേ? റോഡിലൊക്കെ ആനപ്പിണ്ടാണ്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ആന ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് ഇത് കേട്ടോ. നമ്മുടെ പാക്കന, അതായത് നമ്മുടെ ഗൂഡല്ലൂരിൽ നിന്ന് ഏകദേശം പന്തല്ലൂർ പോയി കഴിഞ്ഞാൽ പാക്കന എന്നൊരു സ്ഥലം കിട്ടും. അടിപൊളി റൂട്ടാണ്, ഫുള്ള് കാടാണ്, ഫുൾ നമ്മുടെ ആനപ്പിണ്ടാണ് കേട്ടോ. ആനയൊക്കെ വിളയാടി നടക്കുന്ന സ്ഥലം കൂടിയാണ്. രാത്രി ആയി കഴിഞ്ഞാൽ നല്ല ഡേഞ്ചർ ആയിരിക്കും മിക്കവാറും ഗൈസ്. തള്ളല്ല ഗൈസ്, ഇത് സത്യമാണ്, സത്യം. ആനപ്പിണ്ടയാണോ സത്യം? അയ്യോ അടിപൊളി. എത്തിയോ? ഇല്ല, എത്തിയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ ബക്കറാക്കാന്റെ വീടിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പോയി നോക്കാം, മൂപ്പർക്ക് മനസ്സിലാവോ നോക്കാം നമ്മളെ. അസ്സലാമു അലൈക്കും. എന്താ വർത്താനോ? മനസ്സിലായില്ലേ? ഉറങ്ങി നീച്ചു വരുന്നത്? ശരി. ഞങ്ങളിങ്ങനെ ഊട്ടിക്ക് ഇറങ്ങിയതേനി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അന്നലെ രാത്രി ഊട്ടിന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ വർത്താനോ? സുഖം. സൽമാൻ ഖാൻ വിളിച്ചിരുന്നേ. മൂപ്പര് പിന്നെ ഇവിടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു.
ബാവക്ക് ഞങ്ങൾ മെസ്സേജ് അയച്ചു ഞങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ വരുവാണ്ട് ഇനി ഒടുക്ക തിരിഞ്ഞല്ല ഫോൺ എടുക്കണില്ലായിരുന്നു കുറച്ച് മുന്നേ. എന്തൊക്കെ വർത്താനം വെക്കറൊക്കെ? സുഖം. ചോറൊക്കെ കഴിച്ചില്ലേ? ശരി. ഇന്ന് കൂടിയില്ല. ശരി. ഇന്ന് ഞായറാഴ്ചയാണ്. ഒക്കെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിച്ചു നോക്കാം. ആയിക്കോട്ടെ. മദ്രസിൽ ഇപ്പൊ നോമ്പൊക്കെ ഇല്ലേ? മദ്രസിൽ നനച്ചൂടല്ല, 2 ദിവസമായിട്ട് ഇന്നലെ തുടങ്ങിയതാണ്. നിങ്ങൾക്കുള്ള ഗ്ലാസും രാത്രിയായ മൊത്തത്തിലുള്ള ക്ലാസ് ഒക്കെ ലൈറ്റ്. ശരിയാണ്. ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ വയനാട് ഇറങ്ങി, എന്നിട്ട് ഇങ്ങനെ പിന്നെ നമ്മളെ ഊട്ടിക്ക് ഇങ്ങനെ അവിടെ വന്ന് രാത്രി അവിടെ നിന്ന് പിന്നെ അവിടെ ജസ്റ്റ് കറങ്ങിക്കാണ്ട് നേരെ ഇങ്ങനെ ഇതിക്കൂടെ ഇങ്ങനെ പോരും. നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു. നമ്മൾ ബക്കറാക്കാൻ്റെ വീടിൻ്റെ മുന്നിലെത്തി. ബക്കറാക്കാൻ്റെ പിള്ളേരൊക്കെ എവിടെയെന്ന് അറിയില്ല, അവർക്ക് വിളിച്ചാണ് അവരിപ്പോൾ വരികയായിരുന്നു. നമുക്ക് നമ്മുടെ പരിചയക്കാർ നമ്മളെ സുഹൃത്തുക്കളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബക്കറാക്കാൻ്റെ വീട്. ബക്കറാക്കാൻ്റെ വീട് ഭയങ്കര രസമാണ്. കാരണം ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മലകൾ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എന്താ പറയുക, ബക്കറാക്കാൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കൃഷിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. അതിൽ ഇവിടെ ആന വരുന്ന ഏരിയയും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഗൈസ്, ഇതാണ് ബക്കറാക്കാൻ്റെ വീട്. പിന്നെ അവിടെ ഒരു ചെറിയ മദ്രസ ഉണ്ട്, അവിടെ നിന്നാണ് ആ ഒരു ബൈത്തൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് ബക്കറാക്കാൻ്റെ ആരോ ആണല്ലോ. അപ്പോൾ ഗൈസ് അടിപൊളി. മറ്റുള്ളവരൊക്കെ വരുമ്പോൾ പറഞ്ഞു കാണാൻ നോക്കും. അങ്ങനെ ഗൈസ്, നമ്മുടെ ബക്കറാക്കാൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തേയിലത്തോട്ടങ്ങൾ കാണാം. ഇവിടുന്ന് നോക്കി നിങ്ങൾ, ഒരു ചെറിയ കുഗ്രാമമാണ്. ഈ കുഗ്രാമത്തിൽ ഇഷ്ടം പോലെ തേയിലത്തോട്ടമുണ്ട്. നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇവരൊക്കെ റീൽ ചെയ്യുന്നത് അധികം ഈ ഒരു സ്ഥലത്ത് നിന്നാണ്, അതുപോലെ തന്നെ ആ റോഡ് ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ എവിടെ നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഫുള്ളായിട്ട് നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളാണ്. എന്ത് ഭംഗിയെ കാണാൻ നോക്കി നിങ്ങൾ. ഇവിടെ ഭൂരിഭാഗവും മലയാളികളാട്ടോ. ഇവർ ഈ പാക്കന എന്ന ഭാഗത്ത് ഏകദേശം 1000ഓളം ഫാമിലീസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഫുള്ള് മലയാളീസാണ്. അടിപൊളി. തമിഴ്നാട് സ്റ്റേറ്റാണ് ഇവരതൊക്കെ, പക്ഷേ ഫുള്ള് മലയാളം എല്ലാം മലയാളീസുകൾ അവിടെ ഉള്ളത്. ഹലോ, പ്രശ്നക്കാരനാ? ശരി. പ്രശ്നക്കാരനല്ലേ? മലപ്പുറത്താ? നിങ്ങളവിടെ ഇവിടെ തന്നെ? ശരി. നേരം പശുക്കളെ കൊണ്ടുപോവാ, വീട്ടിൽ കൊണ്ടുപോവാ? ശരി. അവിടെ എന്തെങ്കിലും ഇത് പറമ്പുണ്ടോ? ഗാർഡൻ? ശരി. എന്താ ഓർത്തരാ? സുഖല്ലേ? എവിടെ നമ്മള് ബാവാക്കടെ? ശരി. എന്താ മദ്രസിൽ പരിപാടി ഉണ്ടായിരുന്ന? ശരി. ബക്കറാക്ക് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ പോകുന്നുണ്ട്. സുഖല്ലേ എല്ലാവർക്കും? അടിപൊളി. തണുപ്പുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി നല്ല തണുപ്പാണ്, പക്ഷെ കോടൊന്നും ഇല്ല, പക്ഷെ നല്ല തണുപ്പാ. അന്നലെ രാത്രി അവിടെ സ്റ്റേ ആയിരുന്നു. എന്താ ഓർത്തരാ? സുഖല്ലേ? ശരിയാ. ആൾറൗണ്ടർ അല്ലേ? ശരി. പിന്നെ ശരി. അല്ലേ? അടച്ച നിങ്ങൾ മറന്നാ? ഓനറിയോ? എന്റെ കാരണോല് ഒരുമിച്ചാണ് അവിടെയാണ്, സൗദിയിലെ ജൂഫിലാണ്. പറഞ്ഞു ബക്കറാക്ക്. അങ്ങനെ ഗൈസ്, നമ്മുടെ ബാവാക്കിയും ഇസ്മായിലാക്കിയും സൽമാനൊക്കെ നമുക്കൊരു ഹോട്ടലിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാണ്ട്. 3 ആളുണ്ട്. ആദ്യം നമുക്ക് ബാവാക്കനോട് ചോദിച്ചാ. ബാവാക്ക, എങ്ങനെയാണ് ഈ താടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒരു കുഴപ്പമില്ല, നല്ല 3-4 പ്രാവശ്യം കഴിക്കണം. എത്ര വർഷമായി ഇപ്പൊ ഇതിങ്ങനെ? ഇതിപ്പോ 3 വർഷമായി. 3 വർഷം കറക്റ്റ് വെട്ട. 3 വർഷം എന്ന് പറഞ്ഞാൽ വെട്ടിക്കണേ. ഒരു ലെങ്ത് വരുമ്പോ വെട്ടിക്കള. ഈ ലെങ്ത് എപ്പോഴും ഉണ്ടാവും 3 വർഷമായിട്ട്. ആണല്ലേ? പിന്നെ റിസ്ക് ഒക്കെ ഉണ്ടാവും? റിസ്ക് പറഞ്ഞ ഈ ചൊറിച്ചിലല്ലേ, അത് നാട്ടുകാർക്കുള്ള, എനിക്കില്ല. അത് പ്രശ്നം, ഞാൻ മെയിൻ ആക്കട്ടെ വെച്ചാൽ മതി. ഇതവിടെ ഇസ്മായിലാക്ക. ഹായ് ഇസ്മായിലാക്കനെ വന്നപ്പോ
വീഡിയോയിൽ അന്ന് കിട്ടിയിട്ടില്ല വ്ളോഗിൽ. അന്ന് ഇസ്മായിലൊക്കെ കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞു, വിശദമായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഇസ്മായിലൊക്കെ എന്താ പരിപാടി? ഓട്ടൻ. ഓക്കെ, ഒക്കെ എല്ലാവരും പിന്നെ വ്ളോഗേഴ്സാണ് കേട്ടോ. ഒക്കെ എല്ലാവർക്കും ചാനലുണ്ട്. ഇസ്മായിലൊക്കെ ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റാണ്. ഇസ്മായിലൊക്കെ ഇവിടുത്തെ നാട്ടുപ്രദേശങ്ങൾ അല്ലേ, അതാണ് ഇഷ്ടം, പരിചയപ്പെടുത്തി കൊടുക്കുക. പിന്നെ നമ്മളെ ബാവാക്ക് പിന്നെ ഇങ്ങനത്തെ ഷോർട്ട് വീഡിയോസും പിന്നെ ഇങ്ങനത്തെ ഓരോ ഐറ്റംസ്, റിയാക്ഷൻ വീഡിയോസ്. ഇതിന്റെ സെൽവാക്കിയെ നമ്മൾ ചോദ്യം ചോദിച്ചു ഉത്തരം പറയാം. സെൽവാക്ക് കുറച്ച് താടി ഇങ്ങനെ വളർത്തി വരുന്നുണ്ട്. വെട്ടി നിങ്ങള് ഇല്ല ലെവലായി വരുന്നുള്ളൂ, ശരിയാവും. പിന്നെ നമ്മളെ സ്വന്തം ബക്കറാക്കയുടെ ചിരിയാണ് ഭയങ്കര രസമാട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കുറെ കമന്റ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പൊ ഗൈസ് എന്താ പറയാ, ഞങ്ങളിപ്പോ പാക്കനയുടെ ഇതിപ്പോ മേൽഭാഗത്തല്ലേ, പാക്കനയുടെ എവിടെയാണ്, റാക്കൂട് സ്ഥലത്തിന്റെ പേരില്ലേ. ഭയങ്കര രസമുള്ള ക്ലൈമറ്റ് ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാല്. തനി പക്കാ നാട്ടുംപുറം പ്രദേശം, ഒരു രക്ഷയില്ല, അടിപൊളി. ബക്കറക്ക ഈ ഹോട്ടലില് പിന്നെ എങ്ങനെയൊന്ന്? ഇത് ചെറിയൊരു ക്യാൻറ്റീൻ ആണ്. ഇവിടെ എസ്റ്റേറ്റ് തൊഴിലാളികൾക്കും ഇവിടെ വരുന്നവർക്കൊക്കെ ചായ, ചെറിയ ചെറിയ കടികളും ഒക്കെ ഉണ്ടാവും. അല്ലാതെ വലിയ ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എസ്റ്റേറ്റ് മേഖലയല്ലേ. ഈ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർക്കും പോകുന്നവർക്കും വരുന്നവർക്കൊക്കെ ചായയൊക്കെ കുടിക്കാം. ഓക്കെ, ഇത് എപ്പോഴും ഉണ്ടാവും ഇവിടെ, എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇതിപ്പോ നമ്മുടെ ഇത് അല്ലേ, അടുത്ത പ്രദേശം. ഇവിടൊക്കെ നിങ്ങൾ ആ ഒരു ഏരിയ തന്നെ പെടും, മഹലിലൊക്കെ ആണല്ലേ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും അറിയും, ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് കുട്ടികളെ അങ്ങോട്ട് കെട്ടിച്ചിട്ടുണ്ട്, അവിടുന്ന് കുട്ടികളെ ഇങ്ങോട്ട് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ബക്കറൊക്കെ ഇവിടെ ആന ഇറങ്ങുന്ന ഏരിയ ആണോ? അപ്പൊ ഈ ഒരു പ്രദേശത്തൊക്കെ ആനകളൊക്കെ ഇറങ്ങുന്നുണ്ടോ? ആന വരും. ആന വരും. വൈകുന്നേരം 7 മണിക്കായി കഴിഞ്ഞാല് യാത്ര അത്ര സുരക്ഷിതമല്ല, റിസ്ക് ആണ്. ഇപ്പൊ രാത്രി ആണെന്നുണ്ടെങ്കിൽ നമ്മള് ദേവാലയം നിന്നിട്ട് വരുന്നൊക്കെ റിസ്ക് അല്ലേ? കുറച്ച് സ്ഥലമാണ് ആണല്ലേ. കാരണം ഞങ്ങൾക്ക് അറിയാം എവിടേക്ക് ആന ഇറങ്ങുക എന്നൊക്കെ. പക്ഷെ കേരളത്തിന്റെ പല ഭാഗത്തും വരുന്നവർക്ക് അവർക്കറിയില്ല ഏത് ഭാഗത്താണ് ആന ക്രോസ് ചെയ്യല് എന്നൊക്കെ. ഇവിടെ ചെക്ക് പോസ്റ്റ് ഇല്ലാത്തോണ്ടല്ലേ? ഇല്ലാത്തോണ്ട്. അപ്പൊ കഴിവിന്റെ പരമാവധി രാത്രി 7 മണി കഴിഞ്ഞാൽ യാത്ര ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ വന്നപ്പോ കണ്ട ഇവിടെ ആനപ്പിണ്ടൊക്കെ റിസ്ക് ആണ്. ഇവിടൊക്കെ ഇറങ്ങും ഈ പ്രദേശത്തൊക്കെ. ഇപ്പൊ അടുത്ത് നമ്മള് എന്താ പറയാ, ഞങ്ങൾ പോയ പിറ്റേന്ന് നിങ്ങൾ ഒരു വീഡിയോ ഇട്ടീനല്ലോ, ഒരു ആന ഇങ്ങനെ റോഡിലൂടെ ഇറങ്ങി പോകേണ്ട ഒരു എന്തോ ഒരു ഇപ്പൊ അടുത്ത് നിങ്ങൾ റീൽ ഇട്ടീന്നു. ഫേസ്ബുക്കിലിട്ട് ആണല്ലേ. നിങ്ങളെ ഏരിയയിൽ പിന്നെ മറ്റേ ഈ പടയപ്പയും കപാലിക്ക് പറഞ്ഞ മാതിരി അങ്ങനത്തെ ആനകളുണ്ടാ? ഇവിടെ എന്ത് പേര്, ഇവിടെ ആനോടത്ത് പൈക്കള് വീണ മാതിരിയല്ലേ ആനയും പൂജയൊക്കെ പോണത്. പേരിടുന്നത് സത്യത്തില് കേരളക്കാരാണ്. കേരളക്കാർക്ക് ഇപ്പൊ ഈ പിന്നെ ആന എന്തൊരു സംഭവം വന്നു കഴിഞ്ഞാല് അതിന് പടയപ്പ, ശോഭന പേരുണ്ട്. അങ്ങനത്തെ പേരുകളൊന്നുമില്ല. ഇവിടെ പേരൊന്നുമില്ല. ഓക്കെ. ഇവിടെ പോകുമ്പോ പിന്നെ മൊയാനാണെങ്കിൽ മൊയ, കൊമ്പനാണെങ്കിൽ കൊമ്പന്, അതന്നെ പേര്. ഒറ്റക്കൊമ്പനൊക്കെ പേരിൽ ഇറങ്ങണം. റിസ്ക് ആണല്ലോ ഒറ്റക്കൊമ്പനൊക്കെ വന്ന്. ഈ ഒരു ക്ലൈമറ്റിൽ നല്ലൊരു അടിപൊളി ചായയൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട്, ഇസ്മായിലാക്കിയും സൽമാക്കിയും നമ്മുടെ ബാവാക്കിയും ബക്കറാക്കിയും ചെക്കന്മാരെല്ലാവരും ഉണ്ട്. അടിപൊളി ചായ കേട്ടോ, നല്ല ക്ലൈമറ്റാണ്. ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഗൈസ്. എന്താ പറയുക, എന്തായാലും ഭയങ്കര സന്തോഷം. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇവരുടെ ഒപ്പൊക്കെ ചായ കുടിക്കാൻ. അതൊരു വേറെ ഭാഗ്യമാണ് ഗൈസ്. ഇവിടെയൊക്കെ വന്നുകാണ്ട് ഈ ഒരു അനുഭവിക്കണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇവിടെ ഒരുപാട് കാഴ്ചകളും ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ അനുഭവിക്കണം എന്നുണ്ടെങ്കിലും അതെ, അത്രേ ഉള്ളൂ. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ. പിന്നെ ഓരോരുത്തരെ വിളിച്ചുകാണ്ട് ഇങ്ങനെ പറയല്ലോ, അതാണ് ഗൈസ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ജീവിതത്തിൽ ഞങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനെ ഇല്ല ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇവിടെ എടുത്ത് വന്നിട്ട് ചായ കുടിച്ചും ഓരോരോ അതിന്റെ സമയത്ത് അതിൻ്റെതായ ഓരോ സംഭവങ്ങളൊക്കെ നടക്കും. ഏതായാലും വളരെ സന്തോഷമുണ്ട്, ഒരു നിമിത്തമാണ്. ബക്കറക്ക, ഇനിയിപ്പോ റമളാനൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തൊക്കെ നിങ്ങളെ നാട്ടില് റമളാന് ഫുഡൊക്കെ ഉണ്ടാവില്ലേ, സ്പെഷ്യലൊക്കെ ഉണ്ടാവില്ലേ? ഞങ്ങളെ നാട്ടിൽ സ്പെഷ്യൽ പറഞ്ഞാൽ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കും. ചില ഗൾഫുകാരെ വീട്ടിലൊക്കെ സംസം വെള്ളം കൊണ്ട് നോമ്പ് തുറക്കും. പിന്നെ കുറച്ച് എണ്ണക്കടികൾ ഉണ്ടാവും, ചായ ഉണ്ടാവും. അതൊക്കെ കുടിച്ചതിന് ശേഷം നേരെ പള്ളി പോകും. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം ചിലപ്പോ പത്തിരി ഇറച്ചി ഉണ്ടാവും, അല്ലെങ്കിൽ പത്തിരിയും കോഴി ഉണ്ടാവും,
അല്ല എന്നുണ്ടെങ്കിൽ ബിരിയാണി ഉണ്ടാവും. ഇതൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ നേരെ ഇഷാ നിസ്കാരത്തിന് പള്ളിയിൽ പോകും. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ തറാവ് നിസ്കാരത്തിന് മുന്നേ അല്ലെങ്കിൽ തറാവ് നിസ്കാരത്തിന് ശേഷം അവിടെ കണ്ടുകണ നിങ്ങൾ ഈ മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ സർവത്തും കണ്ടുകണ വീഡിയോസിലൊക്കെ ഒരുപാടുണ്ട്. കണ്ടുകണില്ല അവിടെ ഇവിടെ ഈ അങ്ങനത്തെ പരിപാടി ഉണ്ടോ? അവിടെ റമദാന് ആ ഒരു സ്റ്റാൾ അങ്ങനെയായിട്ട് ഒരുക്കും ചെയ്യും. ഭയങ്കരമായിട്ട് സംഭവമാണ്. ഉപ്പിലിട്ട് 24 or 25 ഒക്കെ പേര് പറഞ്ഞാണ്ടുള്ള മസാലയൊക്കെ തേച്ച് കൂട്ടി ഭയങ്കര സംഭവമാണ് അവിടെ. അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ഇല്ല. അപ്പൊ അതൊക്കെയാണ് റമദാനിലെ സ്പെഷ്യലുകൾ. ഇവിടെ പള്ളിക്ക് നോമ്പ് തുറക്കുമ്പോ പിന്നെ കാരക്ക ഉണ്ടാവും, തരി ഉണ്ടാവും, കുറച്ച് ഫ്രൂട്ട്സും എണ്ണക്കടി ഉണ്ടാവും. അത് തിന്നും, മഗ്‌രിബ് നിസ്കരിക്കും, നേരെ വീട്ടിൽ വരും. വീട്ടിൽ വന്നാൽ അവിടെ പത്തിരിയോ അല്ലെങ്കിൽ ബിരിയാണിയോ ഉണ്ടാവും. അത് കഴിക്കും, കുറച്ച് റെസ്റ്റ് എടുക്കും, പള്ളിക്ക് പോവും, ഇഷ നിസ്കാരവും ത്രാവിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരും. അതന്നെ. ഈ പൊരിക്കടി സമൂസ കൂട്ടൽ ഉണ്ടാ? സമൂസ മെയിൻ ആണ് ഉള്ളു. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല. വീട്ടിൽ തന്നെ അധികം പിന്നെ പ്രത്യേകിച്ച് 27-ാമിനൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടി ഉണ്ടല്ലേ? അവിടെ മൊത്തത്തില് നോമ്പ് തുറക്കുന്നുണ്ട്. അത് 27 ഇവിടുത്തെ യുവാക്കളൊക്കെ പാടെ കൂടി മഹല്ല് കമ്മിറ്റി ഒക്കെ പാടെ സംയുക്തമായി പൈസ പിരിച്ച് അന്ന് മഗ്‌രിബിക്ക് വന്നാൽ നോമ്പ് തുറന്ന് അത്താഴം എല്ലാ വിഭവങ്ങളും അന്ന് പള്ളിക്കുണ്ടാവും. പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് പോകുള്ളൂ. അങ്ങനെയാണ്, രാവിലെ പോവുള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളില് നിസ്കാരങ്ങളും ഓത്ത് കാര്യങ്ങള്, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഖബർ സിയാറത്ത്, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഉണ്ടാവും. ഞങ്ങൾ ബക്കറാക്കന്റെ ഒക്കെ അവിടുന്ന് തിരിച്ചു പോകുന്നു. കുറെ സമയമായി. ഞങ്ങളിവിടെ മഞ്ചേരിയിൽ എത്തിയപ്പോൾ ഫുഡൊക്കെ കഴിച്ചിരുന്നു നമ്മൾ ഉച്ചയ്ക്ക്, പക്ഷെ അത്ര കഴിച്ചിട്ടില്ലായിരുന്നു. മഞ്ചേരി എത്തിയപ്പോൾ നല്ല കാട പൊരിച്ചതും നെയ്ച്ചോറൊക്കെ കഴിച്ച് നല്ല അടിപൊളി കാട കേട്ടോ. ഒരു എന്താ അല്ലേ അസലെ, ഒരു കുഴപ്പമില്ലാത്ത ഒരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു കാടയും പിന്നെ അൺലിമിറ്റഡ് റൈസൊക്കെ കഴിച്ച്. അപ്പോൾ എല്ലാവരും ക്ഷീണിതരാണ്. അപ്പോൾ ഇനി കൂടുതൽ വലിച്ചു നീട്ടാനൊന്നും കഴിയില്ല, കാരണം അല്ലേ അസലെ എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറക്കം വരുന്നുണ്ട്, കുറേ പരിപാടികൾ ഇനി വേറെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റ. ചെറുവഴികളിൽ ഒരു ചിരി മലരൊളിയാ.